സാനിയോ നിൽക്കുന്ന താമരശ്ശേരി മേരിമാത പള്ളിയിലാണ്. ബിഷപ്പ് മാർ ജോസഫ് ഇഞ്ചനാനിയൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. സാനിയോ, ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിലെയും വിശേഷങ്ങളിലേക്ക് എത്തുകയായിരുന്നു. സാനിയോയ്ക്ക് പ്രിയപ്പെട്ടത് എന്താണ് ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കാനുള്ളത് ക്രിസ്മസിനെ പറ്റി? ഒപ്പം സാനിയോ നിൽക്കുന്ന സ്ഥലത്തെ ആ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് 3 പേർക്കും ആദ്യം തന്നെ നല്ല ഒരു ശുഭദിനം നേരുകയാണ്. ശുഭദിനം എന്ന് ഇനി പറയാൻ പറ്റില്ല, നല്ല വൈകുന്നേരം നേരുകയാണ്. ഏതായാലും ക്രിസ്മസിൻ്റെ ആവേശം ഇങ്ങ് പോയി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ലൈറ്റുകളും അങ്ങനെ അലങ്കാരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പാതിരാ കുർബാന എന്ന് പറയുന്നത് പാതിരാത്രി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വിശ്വാസികളൊക്കെ പള്ളിയിലേക്ക് വരുന്നതേ ഉള്ളൂ. 12:45 കൂടിയായിരിക്കും ബിഷപ്പ് ഇങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷം ആയിരിക്കും കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും മറ്റുമുണ്ടാകുക. ഉണ്ണീശു പിറക്കുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെയും അതിനുശേഷമായിരിക്കും. ഏതാണ്ട് 1:30 ആ ചടങ്ങുകളൊക്കെ നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ക്രിസ്മസ് വൈബൊക്കെ? ഓ, കുഴപ്പമില്ല. ഇവിടെ കുറെ ലേറ്റ് ആവൂല്ലേ? 12 മണിക്ക് ശേഷം ഉണ്ടാവും. കുഞ്ഞുനാളിലെ ക്രിസ്മസ് ഒക്കെ ഓർമ്മയുണ്ട് ചേട്ടാ? കുഞ്ഞുനാളിലെ ക്രിസ്മസ് ആണോ ഇപ്പോഴത്തെ ക്രിസ്മസ് ആണോ അടിപൊളി? ഇപ്പോഴത്തെ ക്രിസ്മസ് ആണോ? ഇപ്പോഴാണ് അടിപൊളി. ഇപ്പോഴാണ് അടിപൊളി അല്ലേ മോനെ? ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? അടിപൊളിയാണോ? ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട്? അടിപൊളി. നോമ്പാണോ? നോയമ്പിലാണോ? അല്ലല്ല, നോയമ്പൊക്കെ എങ്ങനെയായിട്ടാ പോവാറ്? ചെറുതായിട്ട് തന്നെ പോകും. നാളെ ഇപ്പൊ എന്തൊക്കെ പരിപാടികൾ? നാളെ ഇതിന് ശേഷമുള്ള പരിപാടികളൊക്കെ തന്നെ. അതായത് വർഷങ്ങൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഉത്സവങ്ങളും അതുപോലെ ആഘോഷങ്ങളും ഒക്കെ കളറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ പാട്ടുകുർബാനയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായാലും കൂടുതൽ സിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. 12:45 ചടങ്ങുകൾ തുടങ്ങും. അതിനുശേഷം 1:30 ചടങ്ങുകൾ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുക എന്ന് വേണം പറയാൻ. ഇവിടെ ചെറിയൊരു പുൽക്കൂടും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ആ പുൽക്കൂട്ടിലേക്ക് സിസ്റ്റേഴ്സൊക്കെയും എത്തുകയാണ്. അവർ പ്രാർത്ഥിക്കാനും മറ്റുമായി എത്തുന്നു. നമുക്ക് സംസാരിക്കുമോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. സിസ്റ്റേഴ്സ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയുണ്ട് ക്രിസ്മസ് ഓർമ്മകളും? ക്രിസ്മസ് എങ്ങനെയുണ്ട്? പുതിയ സംസാരിക്കാവോ? ക്രിസ്മസ് എങ്ങനെയുണ്ട്? ഓർമ്മകൾ ക്രിസ്മസ് ഉണ്ണീശോയുടെ മുമ്പിലിരിക്കുമ്പോൾ എപ്പോഴും ആ 10 വയസ്സിൻ്റെ താഴെയുള്ള ആ ഓർമ്മയാണ് മനസ്സിന് സന്തോഷം. ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഉണ്ണീശോയെ കാണുമ്പോൾ അതാണ്. മാഡത്തിന് മദറിന് എങ്ങനെയുണ്ട്? ഏതായാലും നല്ലൊരു ക്രിബ് പുൽക്കൂടൊക്കെ ഒരുക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ പള്ളിയിൽ. ഇത് മേരിമാത പള്ളി. നേരത്തെ പറഞ്ഞതുപോലെ ബിഷപ്പ് ഇഞ്ചനാനിയൽ ഇവിടെ അല്പസമയത്തിനകം എത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 1:30 ചടങ്ങുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ബിഷപ്പ് സന്ദേശം നൽകുന്ന ചടങ്ങുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും കോഴിക്കോട്ടെ വിശേഷങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളാണ് സാനിയ നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നത്.